നമസ്കാരം. ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സിങ്കാച്ചി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. സിങ്കാച്ചി ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ദിവസം 7.2% ഉയർന്ന് 41 രൂപ 20 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. ഒരു മാസം കൊണ്ട് 6% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 70%-നടുത്ത് റിട്ടേൺ നൽകി. 1200 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 30.4, ഡിവിഡൻഡ് yield 0.49%. സിങ്കാച്ചി ഇൻഡസ്ട്രീസ് സൗദി അറേബ്യൻ മാർക്കറ്റിൽ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി സൗദി നാഷണൽ പ്രോജക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. പുതിയ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയുടെ പേര് സിങ്കാച്ചി അറേബ്യ. സിങ്കാച്ചി അറേബ്യ എന്ന കമ്പനിയിൽ സിങ്കാച്ചി ഇൻഡസ്ട്രീസിന് 75% സ്റ്റേക്ക് ഹോൾഡിങ്ങും സൗദി നാഷണൽ പ്രോജക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡിന് 25% സ്റ്റേക്ക് ഹോൾഡിങ്ങുമായിരിക്കും ഉണ്ടാവുക. സിങ്കാച്ചി ഇൻഡസ്ട്രീസ് എന്ന കമ്പനി റീസെൻ്റ്ലി 1:10 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നൽകി. ഒക്ടോബർ 3 ആയിരുന്നു സ്പ്ലിറ്റിൻ്റെ എക്സ് ഡേറ്റ്. മാർക്കറ്റിൽ മികച്ച പ്രീമിയത്തോടുകൂടി ലിസ്റ്റഡ് ആയ സ്റ്റോക്കായിട്ടും മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം സ്റ്റോക്ക് ഡൗൺവേർഡ് ട്രെൻഡായിരുന്നു ഫോളോ ചെയ്തത്. സ്പ്ലിറ്റ് അഡ്ജസ്റ്റഡ് പ്രൈസ് നോക്കിയാൽ 60 രൂപയിൽ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 23 രൂപ വരെ എത്തുകയും 23 രൂപയ്ക്കടുത്ത് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയുമാണ്. 23 രൂപയിൽ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഇപ്പോൾ ഇരട്ടിയായി മാറിയിട്ടുണ്ടാവും. സിങ്കാച്ചി ഇൻഡസ്ട്രീസ് എന്ന കമ്പനി മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മോണോപ്പൊളി കമ്പനി ആയതുകൊണ്ട് ഫാർമ സെക്ടറിലെ ഈ കമ്പനിയെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.81% ഉയർന്ന് 1770-നടുത്ത് ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ 2 വർഷമായി ഇൻവെസ്റ്റേഴ്സിന് പറയത്തക്ക റിട്ടേൺ ഒന്നും തരാത്ത ഒരു സ്റ്റോക്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് അതിൻ്റെ സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിൽ ട്രേഡ് ചെയ്യുകയാണ്. 1700 രൂപയുടെ സപ്പോർട്ടും 2000 രൂപയുടെ റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത്. കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 23.66% വർദ്ധിച്ച് 2581 കോടിയിൽ നിന്നും 3191 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. 3092 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 3191 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി നേടിയത്. ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 23.4% വർദ്ധിച്ച് 5099 കോടിയിൽ നിന്നും 6297 കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. 6226 കോടി രൂപയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പ്രതീക്ഷിച്ചെടുത്താണ് 6297 കോടിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ബാങ്ക് നേടിയത്. ബാങ്കിൻ്റെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് അതായത് GNP 2.08% നിന്നും 1.72% ഇടിഞ്ഞിട്ടുണ്ട്. നെറ്റ് NPA 0.55% നിന്നും 0.37% ഇടിഞ്ഞിട്ടുണ്ട്. ഇവിടെ നോൺ പെർഫോമിംഗ് അസറ്റ് ഇടിയുന്നതും ബാങ്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. ബാങ്കിൻ്റെ അഡ്വാൻസസ് 21% വർദ്ധിച്ച് 2.96 ലക്ഷം കോടിയിൽ നിന്നും 3.57 ലക്ഷം കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് ഇയർ ഓൺ ഇയറിൽ 53,971 കോടിയിൽ നിന്നും 58,351 കോടിയിലേക്ക് ഉയർന്നു. 8% വർധനവാണ് ഡെപ്പോസിറ്റ്സിൽ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ അൺസെക്യൂർഡ് റീറ്റെയിൽ അഡ്വാൻസ് അതായത് റീറ്റെയിൽ മൈക്രോ ഫിനാൻസ് സെക്ടറിലുള്ള വളർച്ച 8.7% നിന്നും 11% മെച്ചപ്പെടുകയും ചെയ്തു. കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റാണ് മൈക്രോ ഫിനാൻസ് കമ്പനിയായ സൊണാറ്റ ഫിനാൻസ് എന്ന കമ്പനിയെ അക്വയർ ചെയ്യുന്നതിന് കോട്ടക് മഹീന്ദ്ര ബാങ്കിന് RBIയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു എന്നുള്ള വാർത്ത. സൊണാറ്റ മൈക്രോ ഫിനാൻസ് എന്ന കമ്പനിയെ 537 കോടി രൂപയ്ക്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് അക്വയർ ചെയ്യുന്നത്. പൊസിഷണൽ ട്രേഡിങ്ങിന് പറ്റിയ ഒരു സ്റ്റോക്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. പ്രത്യേകിച്ചും വളരെ സേഫായി പൊസിഷണൽ ട്രേഡിംഗ് ചെയ്യണമെന്നുള്ളവർക്ക്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1700-ഉം 1750-ഉം പ്രധാന സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിൽ സ്റ്റോക്ക് വരുമ്പോൾ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ആരംഭിക്കുകയും 2000 എന്ന സോണിനടുത്ത് സ്റ്റോക്ക് എത്തുമ്പോൾ സെല്ലിംഗ് ആരംഭിക്കുകയും ചെയ്യും. ഈ റേഞ്ചിൽ സേഫായി പൊസിഷണൽ ട്രേഡിംഗ് ചെയ്യണമെന്നുള്ളവർക്ക് കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ പരിഗണിക്കാം. മൂന്നാമത്തെ സ്റ്റോക്ക് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്. ഡൽഹി ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി നിലവിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം 12% ഇടിഞ്ഞ ഒരു സ്റ്റോക്കാണ് IGL അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്. 487 രൂപയിൽ നിന്ന് 403 രൂപയിലേക്കാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെഫ്രീസ് ഡൗൺഗ്രേഡ് നൽകുകയും ബൈ എന്ന റേറ്റിംഗിൽ നിന്നും ഹോൾഡ് എന്ന റേറ്റിംഗിലേക്ക് കമ്പനിയെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്.
565 രൂപയുടെ ടാർഗറ്റ് ആയിരുന്നു ജെഫ്രീസ് മുമ്പ് IGLന് നൽകിയിരുന്നത്. ഈ ടാർഗറ്റ് 465ലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റെഡ്യൂസ് ചെയ്യാനുള്ള കാരണം 2026 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ 9% ഇടിവ് വരുമെന്നും കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് വോളിയത്തിൽ 58% ഇടിവ് വരാനുള്ള പോസിബിലിറ്റിയുമാണ്. ഡൽഹി ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി നമ്മൾ പരിശോധിച്ചാൽ ക്യാബ് അഗ്രഗേറ്റേഴ്സിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമാണ് ഈ പോളിസിയിൽ വന്നിരിക്കുന്നത്. അതായത് ഓല, ഉബർ പോലുള്ള ക്യാബ് അഗ്രഗേറ്റേഴ്സ് ഉപയോഗിക്കുന്ന ടോട്ടൽ വെഹിക്കിളുകളിൽ 10%-ഓളം ഇലക്ട്രിക് വെഹിക്കിളുകളായിരിക്കണം. വരുന്ന 3 വർഷം കൊണ്ട് ഈ ഇലക്ട്രിക് വെഹിക്കിളുകളുടെ എണ്ണം 50%-ആയി ഉയർത്തണം. ഇതുകൂടാതെ ക്യാബ് അഗ്രഗേറ്റേഴ്സിൻ്റെ ടോട്ടൽ ഫ്ലീറ്റ് 2030 പൂർണ്ണമായും ഇലക്ട്രിക് വെഹിക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇതുവഴി IGL ഉപയോഗിക്കുന്ന വെഹിക്കിൾസിൻ്റെ എണ്ണം ഗണ്യമായി കുറയും. ഇതോടൊപ്പം തന്നെ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉപയോഗിക്കുന്ന വെഹിക്കിളുകളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 5500 ഇലക്ട്രിക് വെഹിക്കിളുകൾ പ്രൊക്യൂർ ചെയ്യുന്നതിനുള്ള ഓർഡർ നൽകുകയും ചെയ്തു. പല 3 വീലേഴ്സും ഇപ്പോൾ CNGയിൽ നിന്ന് മാറി ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ 2026 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ 9%-ഓളം ഇടിവ് വരുമെന്നാണ് ജെഫ്രീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ വേഴ്സ് സീനറിയോയിൽ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 21% ഇടിഞ്ഞ് 380 രൂപയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയെക്കുറിച്ചും ജെഫ്രീസ് പറയുന്നു. സ്റ്റോക്ക് ഡൗൺവേർഡ് ട്രെൻഡിലാണ്. 400 രൂപ എന്നുള്ളത് സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാമെങ്കിലും 400 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്ക് 380, 350 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്